വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാനായിട്ട് ഇടയായി തീർച്ചയായും. ഗിരിപ്രഭാഷണമെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതും നമ്മൾക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതുമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ മത്തായി 5, 6, 7 അധ്യായങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാനിഫെസ്റ്റോയാണ്. ഇത് ഇന്ന് സഭകൾ പഠിപ്പിക്കാൻ തയ്യാറാകാത്ത ഒരു കാര്യമാണ്. സഭകൾ പഠിപ്പിക്കുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കണം, നീ ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം, നീ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നവരായി തീരണം. ഇത് സഭകൾക്ക് പഠിപ്പിക്കാൻ പറ്റിയ കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് അടിസ്ഥാനമില്ലാതെ പോയാൽ ഈ പറയുന്നതൊന്നും കൊണ്ട് കാര്യമുണ്ടാകട്ടെ. ഇത് യഥാർത്ഥമായിട്ട് പഠിപ്പിച്ചു വന്നേ. കർത്താവ് സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചപ്പോൾ കൂടെ വന്ന 10,000 തന്നെ വിട്ടുപോയി. 10,000 തന്നെ വിട്ടുപോയതിൻ്റെ കാരണം എന്താ? ഈ സത്യം പഠിപ്പിച്ചത്. യഥാർത്ഥ സത്യം കേൾക്കാനും കാണാനും അറിയാനും ജനത്തിന് താല്പര്യമില്ല. ചെവിക്ക് ഇമ്പം തരുന്ന രീതിയിൽ നമുക്ക് കേൾക്കാനാണ് വളരെ സന്തോഷം. കർണരസമാകുമാറ് സുവിശേഷത്തെ ഞാൻ നിങ്ങൾക്ക് തന്നാൽ എല്ലാവരും വരും, എങ്ങനെയെങ്കിലും കഷ്ടം സഹിച്ചു വരും. ഇന്ന് എത്രയോ പേർക്ക് വരാൻ പറ്റിയില്ല. കാരണം എന്താ? വിടുതലിൻ്റെ സന്ദേശം അവർ ഇതിനകത്ത് കാണുന്നില്ല. അവർ കാണുന്നത് പുറമേയുള്ള ഇളക്കപ്പെരുപ്പത്തിൻ്റെ ഒരു സന്ദേശമാണ്. ഞാൻ ചുരുക്കി അങ്ങ് പറയാം. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ നീതി കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചു നിങ്ങളെ. എന്താണ് ദൈവത്തിൻ്റെ നീതി എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തോന്നും. നിങ്ങളത് എന്താണ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൈവനീതി എന്താണെന്ന് ഞാനത് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി തോന്നും. ഇവിടെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 6-ാം വാക്യം, 5-6, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ആർക്കാ തൃപ്തി വരുന്നത്? ആർക്കാ തൃപ്തി വരുന്നത്? നീതിക്ക് വിശന്ന് ദാഹിക്കുന്നു. എന്ത് നീതിയാ? ദൈവനീതി. എന്താണ് ദൈവനീതി? ഇതാണ് ഗിരിപ്രഭാഷണത്തിൽ ആത്മാവിലെ ഒരു ദാരിദ്ര്യമാണ് ആദ്യം വെളിപ്പെടുത്തുന്നത്. ആത്മാവിന് ഒരു ദാരിദ്ര്യമുണ്ട്. എന്നാൽ ലവോദിക്ക സഭയോട് കർത്താവ് പറയുക, നീ സമ്പന്നനാണ്, നിനക്ക് ഒരു മുട്ടുമില്ല, നീ എല്ലാം തികഞ്ഞുപോയി. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് തികഞ്ഞവരുണ്ട്? ലവോദിക്ക സഭയുടെ അനുഭവമുള്ളവർ എത്ര പേരുണ്ട്? ഞങ്ങൾ വിശുദ്ധരും നീതിമാന്മാരും. ഇതാണ് ഇവിടെ പറയുന്ന വേദഭാഗം. ഇപ്പം നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്തിൻ്റെ 48-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമാണ്. കാണാതറിയാവുന്നതെന്ന് പറയാമോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. നമ്മുടെ സ്വർഗീയ പിതാവിന്റെ നീതി എന്താണെന്നറിയാമോ? സൽഗുണപൂർണൻ. അതുപോലെ നിങ്ങൾ പൂർണ്ണരാകുവിൻ. അതുപോലെ സൽഗുണപൂർണരായി തീർന്നവരെന്ന് കരമുയർത്തുക. സൽഗുണപൂർണരായി തീർന്നവരെന്ന് കരമുയർത്തുക. ഞാൻ കരത്താഴ്ത്തി. അതിന്റെ പകുതി എത്തിയവർ ഒന്ന് കരമുയർത്തുക. പകുതി എത്തിയവർ ഒന്ന് കരമുയർത്തുക. അതിന്റെ കാൽഭാഗം എത്തിയവർ എനിക്കൊരു പകുതി എത്തി. കണ്ടിട്ടില്ല. ദൈവത്തിന്റെ നീതി എന്താണ്, ദൈവത്തിന്റെ വിശുദ്ധി എന്താണെന്ന് കണ്ടിട്ടില്ല. കണ്ണ് അടഞ്ഞുപോയി. ഇതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒന്ന് ഞാനൊന്ന് പറഞ്ഞു പോകത്തുള്ളൂ കേട്ടോ. കാരണം ഇന്ന് നമ്മുടെ മധ്യത്തിലെ അലക്സ് ദൈവദാസനുണ്ട്. അല്പസമയം കർത്താവിന് ദാസന് കൊടുക്കണം. പിന്നെ മാമ്പഴക്കര ദാസൻ അതൊരു സാക്ഷ്യം പറയാനെങ്കിലും അവസരം കൊടുക്കണം. നമുക്ക് സമയം പരിമിതവുമാണ്. പ്രൈസലോ. ഇവിടെ പറയുന്ന ഈ വചനത്തെ എങ്ങനെ, ഞാനോ നിങ്ങളോട് പറയുന്നു
പറയുന്നത് പൂർവന്മാരോട് പറഞ്ഞെന്ന് പറയുന്ന കൽപ്പനയല്ല കേട്ടോ, കർത്താവിന്റെ കൽപ്പനയല്ല, പൂർവന്മാരുണ്ടാക്കിയതാണ്. പൂർവന്മാർ കുറച്ചൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയുണ്ട്. നമ്മളും കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശുദ്ധിയുടെ മാനദണ്ഡങ്ങൾ നമ്മളും പെന്തക്കോസുകാരും കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും ദൈവം കാണത്തില്ല, ദൈവം മാർക്കിടത്തില്ല. ദൈവം പറഞ്ഞതിനെ മാത്രമേ ദൈവം മാർക്കിടത്തുള്ളൂ. ദൈവം പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയും, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കാം. എങ്ങനെ? ഇങ്ങനെ കർത്താവ് പറഞ്ഞു പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് ചെകിട്ടത്തടിച്ചു നോക്കട്ടെ, ചെകിട്ടത്തടിച്ചു നോക്കട്ടെ. ഞാനങ്ങോട്ട് ഇപ്പൊ പറഞ്ഞിട്ട് വിശുദ്ധിയിൽ ഇപ്പം ഇത് എന്ത് ബലഹീനത! നമുക്ക് വല്ല ബലഹീനതയുണ്ടോ? എൻ്റെ മക്കളെ, നമ്മൾ ബലഹീനരെന്നല്ല, ഒന്ന് എഴുന്നേറ്റ് നിൽപ്പാൻ പ്രാപ്തിയില്ലാത്തവരാണ്. നമ്മുടെ ആത്മമനുഷ്യനെ കാണണം. നമ്മൾ തകർന്ന് അടിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ കണ്ണു വരത്തില്ല. എന്താ അറിയോ, നിങ്ങൾക്ക് എന്നെ നോക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് സത്യസുവിശേഷമായതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് കുഞ്ഞിലേക്ക് പോകും, നിങ്ങളുടെ കണ്ണ് മറ്റ് ശ്രദ്ധയിലേക്ക് പോകും. കാരണം നിങ്ങൾക്ക് സത്യവചനം കേൾപ്പാൻ മനസ്സില്ല. അങ്ങനെയാ സുവിശേഷം പറയുന്നത്. അപ്പൊ ഈ സത്യവചനം ഞാനിത് വ്യാഖ്യാനിക്കുന്നില്ല. ആകയാൽ ഇത്രയും പറഞ്ഞിട്ട് പറയാം, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്, അതുകൊണ്ട് നിങ്ങൾ സൽഗുണപൂർണനാകുമെന്ന്. ഇത് പറഞ്ഞിട്ട് പറയാ, ഇങ്ങനെ നീ ചെയ്താൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ സ്വീകരിക്കാം. ഇവിടെ ആരും കൈ ഉയർത്തില്ല. എന്റെ അർത്ഥം നമ്മളാരും സ്വർഗത്തിൽ പോകുന്നില്ലെന്നല്ലേ? ആരും കൈ ഉയർത്തില്ല. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിനോട് കൂടെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ജീവിക്കണം. ചുമ്മാതെ കർത്താവ് പറഞ്ഞത് ആരും. അവിടെയാണ് ഒരു പാപിയുടെ നിലവിളി ഉയരുന്നത്. ആത്മമനുഷ്യൻ വിങ്ങിപ്പൊട്ടുന്ന കാര്യം പൗലോസിനോട് ചോദിക്കണം. എന്തിനാണ് ഈ വിങ്ങിപ്പൊട്ടുന്നത്? ഇത്രയും തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്ത അങ്ങ് പറയുക, എൻ്റെ ശരീരത്തിൽ നന്മയില്ല, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് സാധിക്കുന്നില്ല, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച ദൈവത്തിന്റെ ദാസൻ. അദ്ദേഹത്തെ ഇന്നത്തെ പെന്തക്കോസ്തുകാരത്തെ കഴിഞ്ഞുപോയി നമ്മള്. കാരണം നമ്മൾ 2 ദിവസം ഉപവസിച്ചില്ലേ, നമ്മൾ ഇച്ചിരി ദശാംശം കൊടുത്തില്ലേ, നമ്മളിപ്പോ ഇത്രയൊക്കെ കാര്യങ്ങൾ, പുറമെ ഒരു വെള്ള ഷർട്ടും ധരിച്ചില്ലേ, പുറമെ ഒരു ക്ലീൻ ഷേവ് ചെയ്തു, ഓക്കെ, കമ്മല് ഊരി മാലയും ഊരിയപ്പോ നമ്മുടെ ഭക്തി പൂർണ്ണം. 2 പ്രസംഗവും കൂടെ. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൽ ദരിദ്രന്മാർക്ക് 100 പ്രസംഗം പറയാം, പ്രസംഗിക്കാം, ബൈബിൾ മുഴുവൻ പഠിപ്പിക്കാം. ആത്മാവിൽ ദരിദ്രന്മാർക്ക്, ഒരു ദൈവഹൃദയമില്ലാത്തവർക്ക് ഈ ബൈബിൾ പഠിപ്പിക്കാം. ബൈബിൾ പഠിപ്പിക്കാനുള്ള പുസ്തകമാണോ? ബൈബിൾ ജീവനാണ്, ബൈബിൾ യേശുവാണ്. ഈ യേശുവിനെ എനിക്ക്, എൻ്റെ ചിന്ത, എന്നിൽ യേശു വസിച്ചിട്ട് എന്നിലൂടെ യേശുവിനെ നിങ്ങൾക്ക് തരണമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. എൻ്റെ അറിവ് നിങ്ങൾ പ്രാപിക്കണമെന്നല്ല എൻ്റെ ചിന്ത. എന്നിലുള്ള യേശുവിനെ നിങ്ങൾ കാണണം. എന്നെയല്ല, എൻ്റെ അകത്ത് വസിക്കുന്നതാരാണ്? ഞാൻ ഇന്നിവിടെ നമ്മൾ പാട്ടുപാടി ആരാധിച്ചല്ലോ. എന്തായിരുന്നു പാട്ട്? പാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ ഹീനവേഷമെടുത്ത നിന്നെ യേശുവിനെ അറിയുന്നതാണ് ആരാധന. ഭക്തി എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ നിലവിളി ഉയരുമ്പോൾ ദൈവം പറയുക, എനിക്കൊരു പരിഹാരമുണ്ട് നിനക്ക്. നിലവിളിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ കിട്ടത്തുള്ളൂ കേട്ടോ. ഹലോ, ഇവിടെ ഒരു നിലവിളി, ഇന്നിവിടെ നിങ്ങൾ കരയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വചനത്തിന് മുമ്പിലല്ല. ഒരു നിലവിളി ഉയർന്നു ജനം. എന്തിനാണ്? എനിക്ക് സ്വർഗത്തിലെത്താൻ ഈ വചനം വെച്ചുകൊണ്ട് എനിക്കൊരു അവകാശവുമില്ല. അപ്പോൾ ഞാൻ കരഞ്ഞേ പറ്റൂ. ഞാൻ കരഞ്ഞുകൊണ്ട് നടക്കുന്നതിനാണ്. അപ്പോഴാണ് എനിക്കൊരു വീണ്ടെടുപ്പുകാരൻ്റെ ആവശ്യം, എനിക്കൊരു രക്ഷകന്റെ ആവശ്യം. യേശു എന്ന നാമം ഞാൻ അറിയുന്നത് ഞാൻ പാപിയാണെന്നുള്ള നിലവിളിയുടെ മുൻപിലാണ്. ഞാൻ അശുദ്ധനാണെന്നുള്ള നിലവിളി. പിന്നെ ചിലർക്കൊന്നും ഇവിടെ ഒരു നിലവിളിയില്ലെന്ന് എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്നവരിൽ ചിലർക്ക് ഒരു നിലവിളിയില്ല. കാരണം നിങ്ങൾ
ദൈവ സാന്നിധ്യത്തിലൂടെ തിരിഞ്ഞാണ് നിൽക്കണം. ദൈവം ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് കരച്ചിൽ വരത്തില്ല. ദൈവ സാന്നിധ്യം നിങ്ങൾ എത്രത്തോളം അനുഭവിക്കാൻ തുടങ്ങുന്നോ അത്രത്തോളം നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ തേങ്ങിക്കരയും. എന്താണ്? അയ്യോ, ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ. യെശയ്യാവ് ദൈവസിംഹാസനത്തെ കണ്ടു, ദൈവ സാന്നിധ്യം കണ്ടപ്പോൾ പറയുന്നു, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപം എൻ്റെ നാവിലുണ്ട്. തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുന്ന യെശയ്യാവ് പറയുക, നമുക്ക് വല്ല നിലവിളിയുണ്ടോ? നമ്മൾക്ക് ദൈവ സാന്നിധ്യത്തിന്റെ നീതിയുടെ അടുത്തുപോലും നമ്മൾ ചെല്ലുന്നില്ല. നമ്മൾ നിൽക്കുന്നത് മുഴുവൻ നമ്മുടെ നീതിപ്പുറത്താണ്. നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ നീതി എത്ര നല്ലതാ. ഇവിടെ എല്ലാവരെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളല്ലേ. കൊണ്ടുനീരോടെ പ്രാർത്ഥിക്കത്തില്ലേ മകന്റെ കാര്യം ഓർത്ത്? കൊണ്ടുനീരോടെ പ്രാർത്ഥിക്കത്തില്ലേ കടഭാരം ഓർത്ത്? നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ആരുണ്ട്? ആരും പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ മാത്രം ശരി. കർത്താവ് പറയാ, നിന്നെ നീ വെറുക്കണം. ആദ്യം നിന്നെ തന്നെ വെറുത്ത് നിന്റെ നീതിയില്ലേ, സ്വയനീതി, തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് പറയുന്നവർ ആയിരുന്നു മനുഷ്യന്മാർ. അവരെ പോലെ നീതിമാന്മാരാരുമില്ല. അവിടെ രക്ഷകൻ വന്നപ്പോൾ രക്ഷകനായ യേശുവിനെ എന്ത് ചെയ്തവര്? അവർ ക്രൂശിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് ക്രൂശിക്കാം. അങ്ങനെ ബൈബിൾ പറയുന്നുണ്ടോ? ഫിലിപ്പിലേഖനം നിങ്ങൾ വായിച്ചു നോക്ക്. ഹല്ലേലൂയ. ഞാൻ കരഞ്ഞും കൊണ്ട് നിങ്ങളോട് പറയുന്നത്, പൗലോസ് പറയുക, കരഞ്ഞും കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ക്രൂശിന്റെ ശത്രുക്കളാണ്. ഹലോ, ക്രൂശിന്റെ ശത്രുക്കളെന്ന് കര ഉയർത്തുക. ക്രൂശ് വേണ്ടെന്ന്, ക്രൂശ് എനിക്ക് വേണ്ട. പിന്നെ എന്താ വേണ്ടത്? എൻ്റെ നീതി, ഞാൻ നീതിമാനാണ്. ഹല്ലേലൂയ. ക്രൂശിലേക്ക് നോക്കുന്ന പൗലോസിന് പറയാൻ, എനിക്ക് പ്രശംസിക്കാൻ, എനിക്ക് എൻ്റെ ജ്ഞാനം, എൻ്റെ അറിവ് നിങ്ങൾക്ക് പറയാനല്ല വന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാനാണ് ഞാൻ വന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇവിടെ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിൽ ഓരോരുത്തരും പറയണം. ഇന്നിപ്പം നിങ്ങൾക്ക് സമയമില്ല, അടുത്ത ആഴ്ച നേരത്തെ എന്നെ ബുക്ക് ചെയ്യണം. 10 മിനിറ്റ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇവിടെ വന്ന് പ്രസംഗിക്കണം. ഞാൻ തിരുത്തും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവല്ല നിങ്ങളുടെ വിഷയമെങ്കിൽ 10 മിനിറ്റിന്റെ മുമ്പിൽ പോകാൻ അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആഴ്ചയുടെ അവസരമുണ്ട്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നോ, നിങ്ങൾക്ക് 15 മിനിറ്റ് പ്രസംഗിക്കാം. അറിയിച്ചല്ലോ. അല്ലെങ്കിൽ മറ്റു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന് നിങ്ങൾക്ക് പ്രസംഗിക്കാം. ഇനി അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഇവിടെ കൊടുക്കത്തില്ല. അറിയിച്ചല്ലോ. നിങ്ങൾ ക്രിസ്തുവിനെയാണ് പ്രശംസിക്കുന്നത് കണ്ട പിന്നെ ഞാനങ്ങോട്ട് മാറും. നിങ്ങളുടെ വിഷയം നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടെന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ദൈവദാസൻ ആദ്യം വെളിപ്പെടണം. വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് മാറിയിരിക്കും, നിങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാനിവിടെ പ്രസംഗിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. എന്താണ്? വേദന കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു നിൽക്കുക. ക്രിസ്തുവിനെ ആർക്കാണ് ആവശ്യം? ആത്മാവിൽ ദരിദ്രനാണ് ആവശ്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരാകുമ്പോൾ, കർത്താവ് സൽഗുണം പോട്ടെ, എനിക്ക് ഒരു പൂർണ്ണതയില്ല, ഒരു ഗുണവുമില്ല എനിക്ക്. അതാണ് പാട്ടുകാരൻ പാടിയത്. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എൻ്റെ നാട. ഏതാണ് നല്ലതെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. എനിക്ക് എൻ്റെ ചിന്തയിൽ നല്ലതെന്ന് പറയുന്നത് ദൈവത്തിന് ദോഷമാണെന്ന്. അതാണല്ലോ പാപം. എൻ്റെ നല്ലത്, എനിക്ക് നല്ലതെന്ന് തോന്നുന്നതല്ല നിങ്ങൾ ചെയ്യുന്നത്. ഏതാ നിങ്ങൾക്ക് നല്ലത്? ഞാനത് ചോദിക്കട്ടെ. ഞാനൊരു ശുശ്രൂഷയിൽ, ഇവിടെ ഒരു ശുശ്രൂഷ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു താക്കീത് തന്ന ശുശ്രൂഷകൻ, അധ്യക്ഷൻ നിങ്ങൾക്കൊരു താക്കീത് തന്നാൽ നിങ്ങൾ സന്തോഷമായിരിക്കുമോ? ഇനി മേലിൽ അങ്ങനെ ആവർത്തിക്കരുത്, ഇനി അങ്ങനെ പറയരുത്, തെറ്റാണത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഇനി ഞാനങ്ങോട്ട് വരത്തില്ല കേട്ടാ. നീ ആരെ കണ്ടിട്ട് ഇറക്കി തിരിച്ചത്? ഉപവാസ പ്രാർത്ഥന. നമ്മൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. അപ്പം അത് നിങ്ങൾ പറഞ്ഞു നമുക്ക് 2 ദിവസം മതി. ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവരും പറഞ്ഞു, ഒരാൾ പറഞ്ഞു 2 ദിവസം മതി, ബാക്കി എല്ലാവരും പറഞ്ഞു 3 ദിവസം നമുക്ക് ഇരിക്കേണ്ട മാസം കർത്താവിനോട് നിൽക്കാം എന്ന് പറഞ്ഞു. ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുത്തില്ല, അച്ഛനും പഴക്കമൊന്നുമില്ല. ഞാൻ പറയുന്ന പോലെ നടന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ, എന്നിട്ട് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. സത്യം പദവിയാണ് കേട്ടോ, പദവിയാണ്. ദൈവത്തിൻ്റെ പുത്രന്മാരെന്നുള്ള പദവിയുണ്ട്.
പുത്രത്വം അവകാശമുണ്ട്. അവകാശമെന്ന് പറയുന്നത് പ്രാപിക്കാനാണ് നമ്മൾ ഓടുന്നത്. ഈ പദവിയിൽ നിന്നും നമ്മുടെ അവകാശത്തിലേക്ക് നയിക്കാനാണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവ് നമ്മൾ സഹായിക്കണം. ഇവിടുന്ന് ഞാൻ ചുരുക്കുകയല്ല, ഇത് നമ്മുടെ നിലവിളി ഉയരണം. ഇവിടെ ഹല്ലേലൂയ, നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കാൻ 1-2 കാര്യങ്ങൾ വായിച്ച് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തെ ആത്മീയ അഭിവൃദ്ധിയുടെ കാര്യമാണ് അപ്പോസ്തലൻ പറയുന്ന. ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കണമെന്നുള്ള കാര്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞു വരുന്ന ഭാഗങ്ങൾ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം, 4-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ 22-ാമത്തെ വാക്യം കൊണ്ടു വായിക്കുകയാണ്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ടിരുന്നു. വിവരിക്കാൻ സമയം വേണം കേട്ടോ. നിങ്ങൾക്ക് കേൾപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തത് പിന്നീട് ഞാൻ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാം. ഒരു പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, പുതു മനുഷ്യനെ ധരിക്കണം. എന്താ ഈ പഴയ മനുഷ്യൻ? രക്ഷിക്കപ്പെട്ട നമുക്ക് പഴയ മനുഷ്യന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നമ്മളിൽ പഴയ മനുഷ്യൻ ഉണ്ടെന്ന് പറയുന്നവർക്ക് കരമേർത്തിക്കേ. ബാക്കി സഭയോടാണ് കർത്താവ് പറയുന്നത്. ഈ പൗലോസ് ഈ സഭ സ്ഥാപിച്ച് 3 വർഷമായിട്ട് പാസ്റ്ററായിരുന്നു. 3 വർഷം സ്ഥലം സഭയുടെ പാസ്റ്ററായിരുന്നു പൗലോസ് അവരെ പഠിപ്പിച്ചു. 3 വർഷത്തെ പൗലോസിന്റെ ക്ലാസ് കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തൊരു ഭാഗ്യവാനായിരിക്കും. ആ പൗലോസ് പഠിപ്പിച്ചു. പിന്നെ തുടർന്നവിടെ ശുശ്രൂഷിച്ചതറിയാമോ? പൗലോസ് തിമോത്തിയോസിനെയാണ് അവിടെ ശുശ്രൂഷിച്ചത്. ഏകദേശം 6 വർഷത്തിന് ശേഷമാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനം എഴുതിക്കൊണ്ട് പറയുമ്പോൾ പൗലോസ് പറയുന്ന ഭാഗം നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. അപ്പൊ ഇപ്പൊ പഴയ മനുഷ്യനെ ഇപ്പോഴുമുണ്ട് സഭയ്ക്കകത്ത്. ഹലോ, പുതു മനുഷ്യനെ കാണണമെങ്കിൽ പഴയ മനുഷ്യനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. പുതു മനുഷ്യനും പഴയ മനുഷ്യനും ആരാണെന്ന് തിരിച്ചറിയണം. അവിടെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങൾ ഉപേക്ഷിക്കണം. പിന്നെ പണ്ട് കാലഘട്ടത്തിൽ ഈ സന്യാസ മഠങ്ങളുണ്ടായിരുന്നു. പ്രത്യേകമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ മാത്രം ഇരിക്കുന്നവർ. അവർക്ക് എന്താണെന്നറിയാമോ? ആ സന്യാസ മഠത്തിലൊക്കെ ചെല്ലുന്നവർക്ക് ആദ്യം മഠത്തിലേക്ക് പിന്നെ സെമിനാരിലേക്ക് പഠിക്കാൻ ചെല്ലുന്നവർക്ക് അവിടെ വന്ന് നിൽക്കുമ്പോൾ അവർ പറയും പുറത്ത് നിൽക്കാൻ പറയും. ഇതിൻ്റെ മേലധികാരി അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് പറയും, നിങ്ങൾ ഇവിടെ ഇതുപോലെ യേശുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ ഉരിയാൻ പറയും. അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന ഇവർക്ക് പൊതുവായിട്ട് ധരിക്കുന്ന ഒരു പുതിയ വസ്ത്രമാണ്. ഈ വസ്ത്രം അങ്ങോട്ട് കൊടുക്കും. ഈ വസ്ത്രം കൊടുത്തിട്ട് ആദ്യം ഇട്ടുകൊണ്ട് അകത്ത് കയറ്റുന്നത്. എന്നിട്ട് പറയും ആ പഴയ വസ്ത്രം കളയണ്ട, എടുത്തോളാൻ പറയും. ആ പഴയ വസ്ത്രം അവരുടെ ബെഡിൻ്റെ അടുക്കൽ വന്നിട്ട് പറയും അപ്പുറത്തേക്ക് മാറ്റി അവിടെ വിരിച്ചിട്ടോളാൻ പറയും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പോകുമ്പോഴും നടക്കുമ്പോഴും ആ പഴയ വസ്ത്രം ഒന്ന് നോക്കണം. നിങ്ങളുടെ പഴയത് നിങ്ങൾ ആരാണെന്നൊന്ന് കണ്ടിട്ട് വേണം ഇപ്പോൾ പുതു മനുഷ്യനെ ധരിക്കാൻ. ഒരു പുതു മനുഷ്യനെ നമ്മൾ ധരിച്ചിരിക്കുന്നു. ഈ പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നവരുടെ പ്രത്യേകത ഇത് മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നിങ്ങൾ ഈ അധ്യായം നന്നായിട്ട് പിന്നെ ഇത് വായിച്ചു നോക്കണം. അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക 3-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു വരുന്നത് എങ്ങനെ? കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിക്ക് യോഗ്യമാമണ്ണം നടക്കണം. നിങ്ങളുടെ ജീവിത ശൈലിക്കകത്തൊരു മാറ്റം വരണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതിന് യോഗ്യമാമണ്ണം നടക്കണം. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുമ്പോഴത്തേക്ക് ചിലരുടെ അപ്പോസ്തലന്മാരായി, ചിലരുടെ ഉപദേഷ്ടാക്കന്മാരായി, ചിലരുടെ ഇടയന്മാരായി, ചിലരുടെ സുവിശേഷകരായി, ചിലരുടെ പ്രവാചകന്മാരായിട്ട് വിളിച്ചിരിക്കുന്നു. ഇതിനാ സഭയുടെ ആത്മീയ വർധനയ്ക്കാണ്. സഭയുടെ ആത്മീയ വർധന വരുത്തുന്നതാണ് ശുശ്രൂഷകൾ. ഇന്നങ്ങനല്ല. ഇന്ന് ശുശ്രൂഷകൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്നെ
എന്നെ കൊണ്ട് അത് ചെയ്യിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ സഭയെ വരത്തില്ല. സഹോദരങ്ങളെ, സഭയ്ക്കൊരു ആത്മീയ വർധന വരണം. ആത്മീയ വർധന ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ എല്ലാവരും വരണം. അതിനാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവ രൂപീകരണത്തിനാണ് നമ്മുടെ ശുശ്രൂഷകൾ മുഴുവനും. വചനം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല കേട്ടല്ലോ. മോളെ അങ്ങോട്ട് പിടിച്ച് മാറ്റുക. വചനത്തിൽ നമ്മുടെ ഹൃദയവും ശ്രദ്ധയും കൊടുക്കണം, മനസ്സ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ അല്പസമയമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ദേവദാസന്മാരൊക്കെ അല്പസമയം കൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് രൂപാന്തരം വരണം. ഇല്ലാത്തടത്തും നിങ്ങളുടെ മനസ്സിപ്പോൾ ഇവിടെ തന്നെ പലരുടെ ഇല്ല. ഒന്ന് പറഞ്ഞ മനസ്സില്ല, ഹൃദയമില്ലാത്തതാണ്. ഇവിടെ വായിക്കുന്നത് ഞാനത് വായിക്കുകയും 17-ാം വാക്യം വായിക്കുകയാണ്. ആകയാൽ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല. ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നവരെ നിങ്ങൾ ഇന്ന് നടക്കരുത്. അപ്പോൾ എന്താണ് ഇപ്പം എഫെസോസിലെ പൗലോസ് പഠിപ്പിച്ച സഭയ്ക്ക്, തിമോത്തിയോസ് ശുശ്രൂഷകനായിരിക്കുന്ന സഭയ്ക്ക് വ്യർത്ഥ ബുദ്ധി. അതെന്താ ഈ വ്യർത്ഥ ബുദ്ധി? ദൈവത്തെ പ്രസാദിക്കാൻ പറ്റത്തില്ല. നീ ഈ സുവിശേഷം കേട്ടതും ഈ പ്രസംഗം കേട്ടതും പഠിക്കുന്നതും പഠിപ്പിച്ചതുമല്ല വ്യർത്ഥ ബുദ്ധിയിലാണ്. എനിക്കിതൊക്കെ വിവരിച്ചത് മനസ്സിലാക്കാനാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. നമുക്ക് ഞായറാഴ്ച എല്ലാത്തിനും സമയം കിട്ടത്തില്ല. ദൈവസേനത്തിൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ ദൈവം നമ്മളോട് ഇടപെടട്ടെ. വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുക. ഹല്ലേലൂയ. വ്യർത്ഥമായൊരു ബുദ്ധിയുണ്ട് എന്ന് വെച്ചെന്നാൽ നമ്മുടെ ജഡത്തിൻ്റെ ബുദ്ധിയുണ്ട്, ആത്മബുദ്ധിയുണ്ട്, ജഡത്തിൻ്റെ ബുദ്ധിയുണ്ട്. ബുദ്ധിയില്ലാത്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. ഈ കേൾക്കുന്നതൊക്കെ ബുദ്ധിയിലല്ല നമ്മൾ കേൾക്കുന്നത്. അത് ജഡിക ബുദ്ധിയിലാണ് കേട്ടെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാമോ? മരണമുള്ളതാണ്. വ്യർത്ഥ ബുദ്ധി. ഇത് നമ്മൾ റോമാർക്ക് ലേഖനം എഴുതുമ്പോൾ വായിക്കുന്നുണ്ട്. അവരുടെ വ്യർത്ഥ ബുദ്ധിയെക്കുറിച്ച് റോമാലേഖനത്തിൽ വായിക്കുന്നത് വ്യർത്ഥ ബുദ്ധി. ഇവർക്ക് നന്നായിട്ട് അറിയാം സത്യം എന്താണെന്ന്. അനശ്വരനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അവന്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. വ്യർത്ഥ ബുദ്ധി. അവർക്കറിയാം ദൈവമാരാണെന്ന്. പറഞ്ഞ ദൈവമാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കർത്താവാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സെങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വ്യർത്ഥ ബുദ്ധി. എൻ്റെ അകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നിന്റെ ബുദ്ധിയിലാണ് നീ കാര്യങ്ങൾ ചെയ്യുന്നത്. നിന്റെ ജഡിക ബുദ്ധി. വിശ്വാസത്തിന് ബുദ്ധി ആവശ്യമാണ്. ബുദ്ധിമണ്ഡലം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവുണ്ടാക്കും, അറിവുണ്ടാക്കുന്നു. അതിനുശേഷം അപ്പുറത്ത് നമ്മുടെ വൈകാരിക മണ്ഡലത്തിലേക്ക് കയറുന്നില്ല. ഇവിടെ ചില വ്യർത്ഥ ബുദ്ധികൾ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവിടെ അകത്ത് ഞാൻ പൂർണ്ണനാണ്, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇപ്പം കർത്താവ് വന്നാൽ പോകും എന്നും പറഞ്ഞിരിക്കുന്ന വ്യർത്ഥ ബുദ്ധിയിലുള്ള ഒരു ജീവിതശൈലി നടത്തുന്നവരുണ്ട്. അത് ദേവദാസങ്ങൾ ആദ്യം വന്ന് ചോദിക്കണം, പാസ്റ്ററെ എൻ്റെ ബുദ്ധി വ്യർത്ഥ ബുദ്ധിയാണോ? ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം. ഇവിടെ പരസ്യമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ ബുദ്ധി വ്യർത്ഥ ബുദ്ധിയാണോ? ഒരു പ്രയോജനമില്ലെന്ന്, വെറുതെയാണെന്ന്. പിന്നെ ഇവിടുത്തെ മുസൽമാന്മാർക്കും ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ഇവിടുത്തെ ബുദ്ധമതക്കാർക്കും എല്ലാം നല്ല വീട് കിട്ടും, നല്ല കാറ് കിട്ടും, മക്കൾക്ക് നല്ല ജോലി കിട്ടും. അത് നമുക്ക് കിട്ടിയിരുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്നൊക്കെ പറയാം. ദൈവകൃപയൊന്നും വേണ്ട. ഇവിടെ പണമുണ്ടാക്കാൻ ദൈവകൃപയൊന്നും വേണ്ട. ഇവിടെ ഉന്നതനാകാൻ ദൈവകൃപയൊന്നും വേണ്ട. വ്യർത്ഥ ബുദ്ധിയിൽ ആരാധിക്കുന്ന ഒരാൾക്ക് വെറുതെ കുളിച്ചീറണിഞ്ഞ് പിന്നെ പറഞ്ഞില്ലേ, കുറിയും തൊട്ട് ഏതെങ്കിലും ബിംബത്തെ നമസ്കരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരുടെ സൃഷ്ടാവായ ദൈവം, നമ്മളിപ്പോൾ വായിച്ചത് അങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചത്, ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴയും കൊടുക്കും, വെയിലും കൊടുക്കും, നന്മയും കൊടുക്കും, അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കും. സൃഷ്ടാവെന്ന നിലയില്ല, പക്ഷെ രക്ഷ കിട്ടത്തില്ല, നിത്യജീവൻ കിട്ടത്തില്ല. ഞാൻ പറയുന്നത് നിത്യജീവന്റെ സുവിശേഷമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ മതിയോ? ഈ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് പോയാൽ മതി. ഇല്ലേ വന്നിട്ട് ചോദിക്കണം, പക്ഷേ എനിക്ക് വ്യർത്ഥ ബുദ്ധിയുണ്ടോ? അടുത്ത 18-ാം വാക്യം, സമയമില്ലാത്തതുകൊണ്ട് പോവുക. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയ കാഠിന്യത്തിൽ തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോകും. എങ്ങനെ? അന്ധബുദ്ധി. അത് എല്ലാം എതിരായിട്ടേ തോന്നുന്നു. അന്ധബുദ്ധി, അന്ധതമസ് പിടിച്ചിരിക്കുന്ന ബുദ്ധി എന്ന് വെച്ചെന്നാൽ കാണേണ്ടതുപോലെ അല്ല കാണുന്നത്, തലതിരിച്ച് കാണും. ഇവിടെ യേശുവിനെ എത്ര പ്രസംഗിച്ചാലും എനിക്ക് വേണ്ടത് ദാവീദാണ്. ദാവീദ്
വൈകിട്ടും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞപ്പോൾ ദൈവം അവന്റെ കണ്ണുനീര് തുടച്ചു. എന്റെയും കണ്ണുനീര് ദൈവം തുടയ്ക്കുന്നു. അന്ധബുദ്ധി എന്താണെയോ, കണ്ണിനെ ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കി കളഞ്ഞു. ദാവീദിനെ പോലെ ആകാനാണ്, പ്രാർത്ഥിക്കാനാണ്. യേശുവിനെ പോലെ പ്രാർത്ഥിക്കുക, ദാവീദിനെ പോലല്ല. ഹല്ലേലൂയ. വേദപുസ്തകം പറഞ്ഞ യേശുവിനെ പോലെ പ്രാർത്ഥിക്കാണ്. എന്താ യേശുവിന്റെ പ്രാർത്ഥന? ഗെത്സമനിലേക്ക് ഒന്ന് ചെല്ല്. എന്റെ ഇഷ്ടം വേണ്ട കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. അതാണോ പ്രാർത്ഥന? ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഒടുക്കം മകനെ കൊടുത്തില്ല ദൈവം. കൊടുക്കാതെ വന്നപ്പം ദാവീദ് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. എല്ലാവരും ചോദിച്ചു, അങ്ങഎന്താ ഇതുവരെ ഉപവസിക്കുക, കണ്ണുനീരൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തത്, ഇപ്പം എഴുന്നേറ്റ്? ഇനി അവിടുത്തെ ഇഷ്ടം നടക്കുന്നു. ഞാൻ ചോദിച്ചോണ്ടൊന്നും കാര്യമില്ല, കർത്താവിൻ്റെ ഇഷ്ടമേ നടക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇഷ്ടം നടക്കരുതേ എന്നുള്ളതാണ് പ്രാർത്ഥന. അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. അന്ധബുദ്ധിയായി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു വെച്ച്, യാക്കോബ് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അവൻ ദൈവത്തെ തോൽപ്പിച്ചു പ്രാർത്ഥനയിൽ. നമുക്ക് തോപ്പിക്കാം. ദൈവത്തെ അന്വേഷിച്ച് ദൈവനീതിക്ക് വേണ്ടി യാക്കോബ് കരഞ്ഞു എന്നാണ് അവിടെ വായിക്കുന്നത്. ഹോശേയ 12 വായിക്കുന്നത്, ദൈവനീതിക്ക് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി യാക്കോബ് കരഞ്ഞപ്പോൾ അന്ന് അവന് ദൈവത്തെ കിട്ടി. പിടിച്ചു വെച്ചാൽ ദൈവത്തെ കിട്ടും. 2 നില മാളിക കിട്ടുമെന്നല്ല, മക്കളെ അമേരിക്കയ്ക്ക് അയക്കുന്നതല്ല പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥന. പിന്നെ പ്രവചനം വേണം. ഈ അന്ധബുദ്ധികൾക്ക് പ്രവചനം വേണം. നമുക്കിവിടെ പോഷിപ്പിക്കാത്തതുകൊണ്ട് ഇല്ലെന്നേ ഉള്ളൂ. ഒന്ന് വരട്ടെ, ഒരു പ്രവാചകൻ വരട്ടെ. എന്താണ് ഭൗതികം പ്രവചിക്കുന്ന പ്രവാചകൻ? പുതിയ നിയമത്തിൽ ഭൗതികം പ്രവചിക്കുന്ന പ്രവാചകന്റെ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഭൗതികം, നാളെ നിന്റെ മക്കളെ ഒരു ഫ്ലൈറ്റ് കണ്ട് ഇന്നതുപോലെ പോകുന്നെന്ന് പറയുന്ന പ്രവാചകൻ, അവൻ കള്ളപ്രവാചകൻ. അവൻ വേദപുസ്തകത്തിന്റെ പ്രവാചകനല്ല. ഭൗതികം പ്രവചിക്കുന്ന പ്രവാചകൻ ദൈവത്തിൽ നിന്നും വന്നവനല്ല. പിന്നെന്താണ് പ്രവാചകൻ? പ്രവാചക ശുശ്രൂഷ ബൈബിളിലുണ്ട്. നിന്റെ മക്കളെ ഇത് നീ പോയിട്ടില്ലാത്ത നാട്ടിലേക്ക് അയക്കാൻ പോവുക. നമ്മുടെ ചിന്ത വരുന്നറിയോ? ഓസ്ട്രേലിയ. പക്ഷെ പ്രവാചകൻ പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അമേരിക്കയില്, അല്ല ചൈനയില്, ദൈവമില്ലാത്ത നാട്ടിൽ, കമ്മ്യൂണിസ്റ്റ് നാട്ടിൽ പോയി നിന്റെ മകൻ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്ന കാര്യമാണ് പ്രവചിച്ചത്. അത് പ്രവചിക്കാം. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ആത്മീക വിഷയങ്ങളിലുള്ള പ്രവചനം പറയുന്ന അന്ധബുദ്ധികൾക്ക് എനിക്ക് അപ്പനില്ലല്ലോ, അപ്പനില്ലാത്തവനാണ് ഞാൻ. പിന്നെന്ത് ചെയ്യണം? ഈ അപ്പനുള്ളവൻ അപ്പന്റെ ശബ്ദം കേട്ടാൽ മതി. പ്രവാചകന്റെ ശബ്ദം കേൾക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അപ്പനില്ലാത്തവനാണ്. അപ്പനില്ലാത്തവനോട് പ്രവാചകൻ സംസാരിക്കൂടെ? ഹല്ലേലൂയ. പ്രവാചകൻ പുറത്തുനിന്ന് വരുന്ന ആളാണ്. എനിക്കെൻ്റെ അപ്പൻ എൻ്റെ ശിരസ്സും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. നേരിട്ട് യേശുവിലൂടെ എന്നോട് സംസാരിക്കും. പ്രവാചകന്റെ ശബ്ദമെന്ന് പറയുന്നത് സത്യപ്രവാചകൻ പരിശുദ്ധാത്മാവാണ്. ഈ ദൈവവചനമാണ്. ഇതിലൂടെ കർത്താവിനോട് പ്രവചിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവവേലയ്ക്ക് വേണ്ടി ചുമല് കൊടുക്കണം. അപ്പം നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? ദൈവവേലയെ പ്രസംഗിക്കുക. ദൈവവേല എന്ന് പറയുന്നത് ഇവിടെ വന്ന് പാതിരിക്കുന്ന ദൈവവേലയാണ്. ഹല്ലേലൂയ. ഒരു സഹോദരനെ കെട്ടിപ്പിടിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച എന്താ വരാഞ്ഞത്, എന്തുകൊണ്ട് കണ്ടില്ല എന്ന് ചോദിക്കുന്ന, പറഞ്ഞ നിന്റെ ഉള്ളിലുള്ള ഒരു പ്രവാചക ശുശ്രൂഷ വെളിപ്പെട്ടാൽ അടുത്തിരിക്കുന്ന സഹോദരനെ ദൈവകൃപയിലേക്ക് നയിക്കാൻ പറ്റും, വചനം പങ്കുവയ്ക്കാൻ പറ്റും. അതാണ് പ്രവാചക ശുശ്രൂഷ. അന്ധബുദ്ധികളായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ദൈവത്തെ കിട്ടത്തില്ല. അവർക്ക് ദൈവമായിട്ടുള്ള റിലേഷൻ നഷ്ടപ്പെട്ടു പോയി. സ്പൈനൽ കോഡ്, ഇവിടുത്തെ സ്പൈനൽ കോഡ് നഷ്ടപ്പെട്ടു പോയി. തലയുടെ ഓർഡറില്ലാത്തടുത്ത് പിന്നെ എന്ത് ചെയ്യണം? ആരെങ്കിലും സഹായിച്ചേ പറ്റൂ. സ്പൈനൽ കോഡുമായിട്ട് ബന്ധമില്ലെങ്കിൽ, തലയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് പ്രവാചകന്റെ ആവശ്യമുണ്ട്. ഇവിടെ പ്രവാചകൻ വന്ന് എൻ്റെ ഭാവിയെക്കുറിച്ച് പറയണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. നിന്റെ ഭാവി അവന്റെ കൈകളില്ല. അവൻ ചിന്തിച്ചത് പ്രവാചകൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും കർത്താവ് ഒരുക്കി വെച്ചതിലേക്ക് കർത്താവ് തരും. പക്ഷെ ദൈവവേലയെക്കുറിച്ച് പ്രവാചകൻ പറയും, നിന്നെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു, ഇന്ന സ്ഥലത്തേക്ക് നിന്നെ അയക്കാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. പൗലോസിനോട് പറയുക, നീ യെരൂശലേമിൽ ചെല്ലുമ്പോൾ ഇതുപോലെ നിന്നെ പിടിച്ച് ബന്ധിക്കും. ഇതാണ് പ്രവാചക ശുശ്രൂഷ. അപ്പോൾ പ്രവാചക ശുശ്രൂഷയെ തിരിച്ചറിയാൻ കഴിയാത്തൊരു അന്ധബുദ്ധിയുണ്ട്. യേശുവിലേക്ക് നമ്മുടെ മനസ്സ് പോക്കത്തിൽ വരുത്തില്ല. യേശു എന്താണ് ക്രൂശിൽ ചെയ്യുന്നത് വെളിപ്പാടില്ല. ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അടുത്തത് അവിടെ വായിക്കുന്ന ഈ 18ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം
ഹൃദയ കാഠിന്യത. ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞു, ഹൃദയത്തിന് കാഠിന്യം ഭവിച്ചു. മനസ്സിലായോ? ഹൃദയത്തിന് തഴമ്പൊഴിച്ചത്, മനസ്സ് തഴമ്പിച്ചു പോയി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവിടെ? കേട്ട് 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 മനസ്സ് തഴമ്പിച്ചു പോയവർ, ഹൃദയത്തിന് കാഠിന്യം എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, ചില ഭാഗത്ത് തഴമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് പഴുത്താലും വേദന എടുക്കും, ഒട്ടിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഞാനീ പ്രസംഗിക്കുന്നൊന്നും ഏക്കത്തില്ല കൊണ്ട് ഏതാണ് ദൈവോദരം പറഞ്ഞാൽ ഇത് വാളാണല്ലോ, പക്ഷെ ഇത് ചെന്ന് കൊള്ളും, വേദന എടുക്കും, പൊട്ടത്തില്ല. തഴമ്പ്, ഹൃദയ കാഠിന്യം ഭവിച്ചു പോയി. ഹൃദയ കാഠിന്യം ഭവിച്ചു, ചിരിക്കത്തില്ല, ഒന്ന് കരയത്തില്ല, ദൈവസ്ഥലമില്ല, ഒന്ന് വാവിട്ട് നിലവിളിക്കുന്നത്, വാവിട്ടൊന്ന് സ്തോത്രം പറയാൻ പറ്റത്തില്ല, മനസ്സ് തഴമ്പിച്ചു പോയി. പിന്നെ കരയും. എങ്ങനെയാണെന്നറിയോ? അതുപോലത്തെ കഷ്ടത വന്നാൽ അതിവിടെ ദൈവദാസൻ അനുവദിക്കുന്നു. ദൈവദാസൻ അനുവദിക്കത്തില്ല. യേശു കാൽവരിക്കരുത്തോട് നിലവിളിക്കുകയാണ്, പിതാവേ അവനെ പിശാചിന് കൊടുക്കരുതേ, പിശാചിന് കൊടുക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുക. അതുകൊണ്ട് അങ്ങനെയും വരത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ഹൃദയത്തിൽ തഴമ്പ് പിടിച്ചു പോയവരുണ്ട്. ഒരു വിധപ്പെട്ട സൂചിയൊന്നും കുത്തിയൊക്കെ അറത്തില്ല. അങ്ങനെയുള്ള ഒരാളുണ്ടോ ഇവിടെ? ഹൃദയ കാഠിന്യ നിമിത്തം. ഞാൻ ആ ഭാഗം വായിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. മനം തഴമ്പിച്ച് ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താ ഈ ദുഷ്കാമം? നമ്മൾ പറയുന്ന ദുഷ്കാമം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂമിയിലെ വ്യഭിചാരമാണ്, ലോകത്തോടുള്ള വ്യഭിചാരം. ലോകസ്നേഹം വ്യഭിചാരമാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. വ്യഭിചാരിണികളായുള്ള ഒരു സഭയെ വിളിക്കുക. ഇപ്പൊ സഭയെ വിളിക്കുക, അല്ല, ദുഷ്കാമത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. വ്യഭിചാരം ചെയ്യുക ലോകവുമായിട്ട്. ലോകത്തിന്റെ മാന്യത മതി, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ മതി, ലോകത്തിന്റെ ഉയർച്ച മതി. ആരെങ്കിലും ഈ ദുഷ്കാമം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറമേ ഉള്ളതല്ല കാണേണ്ടത്, നമ്മുടെ അകത്ത് ലോകത്തോട് നമ്മുടെ പ്രതിപത്തി എത്രയാണ്. എന്നെ എല്ലാവരും ഒന്ന് മാനിക്കണമെന്ന് ഞാൻ തീർത്തും പറയാം. ഞാൻ ഇവിടെ എല്ലാവരെയും പോക്കും. നിങ്ങളൊരു ചെറിയ പ്രവൃത്തി ചെയ്താൽ സഭാമധ്യത്തിൽ നിങ്ങൾ നല്ലൊരു പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞ് പൊക്കും. നിങ്ങളൊരു ചെറിയ പ്രവൃത്തി ദോഷം ചെയ്താൽ നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി ദോഷമാണെന്നും പൊക്കി പറയും. അപ്പൊ പൊക്കുമ്പം താഴ്ത്തുവെന്നും കൂടെ ഓർത്തോണം. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ തിമോത്തിയോസിനെ എത്ര ഉയർത്തിയാണ് പറയുന്നത്. തിമോത്തിയോസ് നിഗളിച്ചു പോയോ? നിഗളിക്കരുത്. ഉയർത്തുമ്പം നിഗളിക്കരുത്, താഴ്ത്തുമ്പം തകർന്നും പോകരുത്. ഹല്ലേലൂയ. അത് ദൈവദാസന്മാർക്ക് ദൈവം തന്നതാണ്. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത് മനസ്സിനകത്താണ്. ഞാനത് പറഞ്ഞത് നിർത്തട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമോ? മനസ്സിന് നമുക്ക് ഒരു തഴമ്പ് പിടിക്കരുത്, ഹൃദയത്തിന് കാഠിന്യം ഭവിക്കരുത്. അങ്ങനെയുണ്ടെങ്കിൽ മനസ്സിന് നവീകരണം വരുത്തില്ല. മനസ്സ് നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ തീരുമാനങ്ങളും കൂടെ ചേർന്നിട്ട് ഇന്ന് പറയണം, കർത്താവേ, ഞാൻ ദൈവനീതി യഥാർത്ഥമായി കണ്ടിട്ടുണ്ട്. ഈ സദ്ഗുണപൂർണനായ പിതാവിൻ്റെ അടുത്ത് ചെല്ലാനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഞാൻ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ഉപ്പാണെന്നും ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും ഈ ലോകത്തിൽ ഞാൻ എല്ലാം തികഞ്ഞതാണെന്നൊക്കെ പറയുന്ന വേദപുസ്തകത്തിനോട് യോജിച്ച് നിൽക്കാൻ എന്തെങ്കിലും ക്വാളിറ്റി എനിക്കുണ്ടോ? ദൈവ സാന്നിധ്യമൊന്ന് മുമ്പിൽ കണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധമൊന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ നിലവിളിക്കും. ഞാനും നിങ്ങളും വേദപുസ്തകം എഫേസ്യർ ഇപ്പം വായിച്ച 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നതോ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഇരുട്ടായിരുന്ന നമ്മളിൽ ദൈവം തന്ന പ്രകാശം സൂക്ഷിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ദൈവം തന്ന ഈ പ്രകാശത്തെ വളരെ വളരെ കെയർഫുള്ളായിരിക്കണം. നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ അടുത്ത ഭാഗം പറഞ്ഞത്, ജീവനിൽ നിന്ന് അകർന്ന് മനം തഴമ്പിച്ച് ആകയാൽ അത്യാഗ്രഹത്തോടെ സകല ശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ, ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്, യേശുവിൽ സത്യമുണ്ട്. അതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ച് എങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത് എന്നിട്ടാണ് നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ വരുന്നത്. ആരില്ല സത്യമുള്ളത്? ക്രിസ്തുവിൽ. അവൻ നമ്മിൽ ഉരുവായി വരുമ്പോൾ നാം സത്യമായി മാറുകയാണ്. നമ്മളിൽ സത്യമില്ല. ഓരോരുത്തൻ പോഷ്ക് ഉപേക്ഷിക്കണം. എന്തുപേക്ഷിക്കണം? പോഷ്ക് ഉപേക്ഷിക്കണം.
എന്തുപേക്ഷിക്കണം? നമ്മളിൽ ഭോഷ്കിന്റെ ആത്മാവുണ്ട്. വേദപുസ്തകം പറയുന്ന ഭോഷ്ക് പറയുന്ന ആത്മാവ്, ദൈവം പറയുന്നതിന് വിപരീതമായി ചിന്തിക്കുന്ന ഒരു ആത്മാവ് നമ്മളിലുണ്ട്. ഓരോരുത്തൻ ഭോഷ്ക് ഉപേക്ഷിക്കണം. വ്യക്തിപരമാണ്. വ്യക്തിപരമായിട്ട് ഭോഷ്ക് ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? ക്രിസ്തുവിലാണ് സത്യം, യേശു മാത്രമാണ് സത്യം. അപ്പച്ചൻകുട്ടി പാസ് അല്ല സത്യം. സത്യം യേശു മാത്രമാണ്. യേശു പറഞ്ഞു, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാൻ തന്നെയാണ് വഴി. അപ്പം യേശുവിൽ സത്യമുള്ളതുപോലെ, ഞാനത് പറഞ്ഞിട്ട് അങ്ങനെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്, ഉള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം പ്രാപിക്കണം എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ മലയാളത്തിലെ വാക്കുകൾ ഇത്രയാണ്: നമ്മൾ അവനിലായിത്തീരണം. സത്യം യേശുവാണ്. നമ്മൾ അവനിൽ മറഞ്ഞിരിക്കണം. അവനിൽ നിന്നും നമ്മൾ പഠിക്കണം. ഇവിടെ വന്നാൽ നമുക്ക് ഇത്രയും പേര് യേശുവിനെ കാണാൻ കഴിയണം. ഇവിടെ യേശുവിനെയാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ കേൾക്കുന്നത് യേശുവിനെയാണ്. ഞാൻ കാണുന്നത് യേശുവിനെയാണ്. നമുക്കെല്ലാം എല്ലാം എല്ലാം യേശുവാണ്. അവനോട് അനുരൂപനായി അവൻ്റെ സ്വഭാവം എന്നിൽ ഉണ്ടായി വരുന്നു. എന്നിട്ടാണ് പറയുന്നത്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈ 9 വർഷമായി സഭയുടെ ഇവിടെ സ്ഥാപിച്ചിട്ട്, നമ്മുടെ സഭയല്ല, എഫെസോസിലെ സഭ. ഈ 9 വർഷം കൊണ്ട് 3 വർഷം പൗലോസ് പഠിപ്പിച്ചു, 6 വർഷം തിമോത്തിയോസ് പഠിപ്പിച്ചു. ഇവർക്ക് എന്താണ് ഈ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ മാറിപ്പോകത്ത്? മാറിപ്പോയത് ഇവരുടെ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉണ്ടോ? ഇപ്പം ഉണ്ടിപ്പോഴും. അവിടെയാണ് ദൈവാത്മാവ് പറയുന്നത്, എങ്ങനെ ഉള്ളിലെ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. മനസ്സിന് പുതുക്കം വരണം. മനസ്സ് പുതുക്കപ്പെടണം. ഹല്ലേലൂയ. മനസ്സാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത്. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ശരിയാ, ആത്മാവ് രക്ഷിക്കപ്പെട്ടു. പക്ഷെ നിന്റെ മനസ്സ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിന്റെ ഇച്ഛാശക്തിക്കകത്ത് രക്ഷ വന്നിട്ടില്ല. നിന്റെ തീരുമാനത്തിനകത്ത് വന്നും പോയും നിൽക്കുന്ന രക്ഷയുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടണം. നിന്റെ ഇച്ഛാശക്തി രക്ഷിക്കപ്പെട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട്, എന്നിട്ട് വായിക്കുന്നത്, ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളു. പുതുമനുഷ്യൻ, ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എനിക്കത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് നിർത്തുക. പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളണം. ഞാനത് പറഞ്ഞ ഒരു 4 കാര്യം പറഞ്ഞു പോകും. റോമാലേഖനം പ്രധാനമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തത് പാപം എന്താണ്? 1-ാം അധ്യായം പാപം എന്താണ്? പറഞ്ഞില്ലേ, നമ്മുടെ സ്വയബുദ്ധിയാണ് പാപം. നമ്മളുടെ തീരുമാനങ്ങളാണ്, ദൈവവിരോധമായ തീരുമാനങ്ങളാണ് പാപം. 2-ാമത്തേത് യഹൂദൻ പാപിയാണെന്നാണ് പറയുന്നത്. ഇസ്രായേൽ ജനം പാപികളാണ്. നിനക്കാൻ മറ്റുള്ളവരെ വിധിക്കാൻ എന്ത് കാര്യം? ഇതാണ് പറയുന്നത്. നീ തന്നെ പാപത്തിലാണ് ജീവിക്കുന്നത്. 3-ാം അധ്യായം പറയുന്നത് എല്ലാ മനുഷ്യരും ജാതികളും പാപികളാണെന്നാണ് പറയുന്നത്. 4-ാം അധ്യായം പറയുന്നത് അബ്രഹാം വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വാസത്താലാണ് നിങ്ങൾക്ക് നീതീകരണം കിട്ടുന്നത്. 5-ാം അധ്യായം നീതീകരണത്തിൻ്റെ ഫലങ്ങളാണ്. ഇതിങ്ങനെ പറഞ്ഞു പോവുക. വിശ്വാസമാണ്, വിശ്വാസത്താലുള്ള നീതിയാണ് ഇതിനകത്തുള്ള വിഷയം. അതിനകത്ത് പറയുന്നറിയാമോ? 1, എൻ്റെ പ്രവൃത്തിയെല്ലാം ഞാനിപ്പോൾ ശരിയാക്കി. ഇപ്പം കള്ളുപിടിക്കത്തില്ല, വീടി വലിക്കത്തില്ല, ഒരാളെ കത്തിക്കൊണ്ട് കുത്തത്തില്ല, ഞാൻ നീതിമാനായി. പ്രവൃത്തി എല്ലാം ഞാൻ വേണ്ടാത്തതെല്ലാം മാറ്റിവെച്ചു. ഞാൻ വിശുദ്ധനായോ? ഹലോ, ഞാൻ വിശുദ്ധനായോ? ചിന്തയിലാണ്. ചിന്തയിൽ കിടക്കുന്ന സാധനം പോയിട്ടില്ല. ചിന്തയ്ക്കകത്ത് കിടക്കുന്ന സാധനം എന്താണ്? അതാരെങ്കിലും കണ്ടെന്നാൽ, എൻ്റെ ചിന്തകളെയൊക്കെ അറിഞ്ഞെന്നാൽ ദൈവം എവിടെ നോക്കുന്നത്? എൻ്റെ ഹൃദയങ്ങളെയും എൻ്റെ ഉൾഭൂവുകളെയുമാണ് ആരായുന്നത്. ചിന്തകളിൽ പാപം നിറഞ്ഞു. രക്ഷിക്കപ്പെട്ട് ചില നാളുകൾ കൊണ്ട് എൻ്റെ ചിന്തകളെ ഞാൻ കർത്താവിന് സമർപ്പിച്ചു വെച്ചൊരു മാറ്റം വന്നു. ഇപ്പം പിന്നെയും നിലവിളി. എന്താ നിലവിളി? ഇപ്പം നിങ്ങളുടെ എന്തൊക്കെ ശരിയായി? പ്രവൃത്തി ശരിയായി. പ്രവൃത്തി എല്ലാം ശരിയായോ? എല്ലാ പ്രവൃത്തിയും നീതിയായോ? ചിന്തകളെല്ലാം നീതിയായോ? അതുപോലും പറ്റിയിട്ടില്ലേ? അത് പരീക്ഷന്മാർക്ക് പറ്റും, അത് സാധുക്യർക്ക് പറ്റും. അവരുടെ പ്രവൃത്തികളെല്ലാം നീതിയുള്ളതാണ്, അവരുടെ ചിന്തകളെല്ലാം നീതിയുള്ളതാണ്. പക്ഷേ
അവരുടെ അകത്ത് റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 17 മുതൽ നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ വായിക്കുന്നറിയാമോ? നന്മ ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. എൻ്റെ ശരീരമുണ്ടല്ലോ, എൻ്റെ ജഡത്തിനകത്ത് നന്മയില്ല. ഇപ്പം എൻ്റെ പ്രവൃത്തി ശരിയാക്കി, ഞാൻ എൻ്റെ ചിന്ത ശരിയാക്കി, പക്ഷേ എൻ്റെ അകത്തിരിപ്പുണ്ട് സാധനം. അവസരം വരുമ്പോഴും ബുദ്ധിമുട്ടും. എൻ്റെ അകത്ത് മോഹമുണ്ട്, എൻ്റെ അകത്ത് കോപമുണ്ട്, എൻ്റെ അകത്ത് കൊലപാതകമുണ്ട്, എൻ്റെ അകത്ത് ദുഷ്ടതയുണ്ട്, വഞ്ചനയുണ്ട്. ഇപ്പം ഞാൻ 3 കാര്യം പറഞ്ഞു. കേട്ടെന്ന് പറയാമോ? 1, എൻ്റെ പുറമേയുള്ള പ്രവൃത്തികളെല്ലാം പുറമെ അകത്തല്ല, പുറമെ എൻ്റെ മനസ്സിൻ്റെ ചിന്തകളെല്ലാം ഞാൻ മാക്സിമം നിയന്ത്രിച്ചു, ചിന്തകളെ നിയന്ത്രിച്ചു. 3, എൻ്റെ അകത്തുള്ള പാപം. അതിനാണ് യേശുവിൻ്റെ ആവശ്യം. യേശുവിനെ വിളിച്ച് എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി എൻ്റെ അകത്ത് താമസിപ്പിച്ചു. എന്നിട്ടും പിന്നെയും മോഹം വരുന്നു. യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ പാപമെല്ലാം ക്ഷമിച്ചു, എന്നിട്ടും എൻ്റെ അകത്ത് അസൂയ വരുന്നു. ഇവിടെ പറഞ്ഞു വായിക്കുന്നത് വായിച്ചില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അസൂയുണ്ടോ? അസൂയയില്ലാത്തവർക്ക് കടന്നിരുത്തേക്ക് അല്ലേ? ഇവിടെ വായിക്കാം, അതൊന്ന് പറയാം. ആകയാൽ പോസ്റ്റ് ഉപേക്ഷിച്ച് ഓരോരുത്തർ താൻ്റെ കൂട്ടുകാരോട് സത്യസന്ധ. ആരോടാണ് പറയുന്നത്? ഈ എഫെസോസിലെ ദൈവസഭയോടാണ് പറയുന്നത്. പോസ്റ്റ് ഉപേക്ഷിച്ച് ഓരോരുത്തരുടെ കൂട്ടുകാരുടെ സത്യം സംസാരിപ്പിൻ. നാം തമ്മിൽ അവയവങ്ങളിൽ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിനെ പുറത്ത് കോപിച്ചാൽ പാപം ചെയ്യരുത്. അപ്പോൾ ഒരു പാപം എൻ്റെ അകത്തുനിന്ന് വന്നാൽ, എന്താ സംഭവിക്കുന്നത്? ഒന്ന് പറയാം. ഒരു പാപം നിങ്ങളിൽ നിന്ന് വന്നു, എന്നിൽ നിന്നും ഒരു പാപത്തിൻ്റെ ആരും അറിയാത്ത, ആർക്കും കാണാൻ വയ്യാത്തൊരു പാപം എൻ്റെ അകത്ത് വന്നു. എന്ത് സംഭവിക്കും? പിശാചിനെ വായിച്ചു. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചാൽ 26-ാമത്തെ വാക്യം. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. സൂര്യൻ അസ്തമിക്കുള്ള ചിരിക്കാത്തൊരു മനുഷ്യനോട് ഇരുന്നാൽ, സൂര്യൻ അസ്തമിക്കുള്ള കൈ കൊടുക്കാതെ പോയാൽ പിശാചിന് ഇടം കിട്ടി. പിന്നെ ആരാ കയറിയത്? രക്ഷിക്കപ്പെട്ട ആളാണ്. രക്ഷിക്കപ്പെട്ട അച്ചായൻ്റെ അകത്തേക്ക് ആര് കയറി? സാത്താൻ കയറി. അച്ചാൻ അറിഞ്ഞോ? കൊച്ചമ്മ അറിഞ്ഞോ? അച്ചാൻ പറഞ്ഞില്ല, കൊച്ചമ്മ അറിഞ്ഞില്ല. സാത്താൻ എവിടെയാണ് വസിക്കുന്നത്? ആത്മാവിലാണോ? സാത്താനിൻ്റെ ദേഹീ മണ്ഡലത്തിലാണ്. പിശാചിന് ഇടം കൊടുത്തു. അതാണ് പിശാചിന്. ഞാൻ ഒരു വാക്യം നിങ്ങളിത് വായിച്ച് കേൾപ്പിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ അതിനെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. വിരോധികൾക്ക് 2 തിമോത്തി 2:25-26 വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ചും അവരെ സൗമ്യതയോടെ പഠിപ്പിക്കാൻ. ഇത് വന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. ഇത് പറഞ്ഞേ പറ്റൂ. നിങ്ങളിത് കേട്ടല്ലോ. ഇത് ആർക്കെഴുതുന്ന? ഞാനിപ്പോൾ വായിച്ച ആർക്കെഴുത ലേഖനമാണ്? തിമോത്തിയോസിൻ്റെ ലേഖനം. പൗലോസ് തൻ്റെ അല്പകാലമേ തനിക്ക് ശേഷിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് അവസാനമായിട്ട് താൻ എഴുതുന്ന ലേഖനമാണിത്. ഇതിനകത്ത് പറയുന്ന ഭാഗം എന്താണെന്നറിയാമോ? ഈ പൗലോസ് പഠിപ്പിച്ചിട്ട് പോയ സഭ, വിശുദ്ധിയിൽ നിറഞ്ഞു നിന്നിരുന്ന സഭ, തിമോത്തിയോസ് 6 വർഷം കണ്ണുനീരോട് പഠിപ്പിച്ച സഭ, ഈ സഭയ്ക്കകത്ത് ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അതൊന്നും നിങ്ങൾ വായിച്ചു മാത്രം കേൾപ്പിക്കാം. വിരോധികൾക്ക് ദൈവ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിന് മാനസാന്തരം നൽകുമോ എന്നും. അപ്പം സഭയ്ക്കകത്ത് ചില വിരോധികളുണ്ട്. ദൈവസഭയ്ക്ക് ചില വിരോധികളുണ്ട്. സഭയ്ക്കകത്താണെന്ന് പറയണം. അവർ പുറത്തുനിന്ന് വന്നവരല്ല, അകത്തുള്ളവരാണ്. അത് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അപ്പോസ്തലർ 20-ാം അധ്യായം വായിച്ചാൽ മതി. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാണവർ. പുറമേ അവർ ചിരിക്കും. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവർ. സഭയ്ക്കകത്ത് അങ്ങനെ ഉണ്ടോ? ഈ പുസ്തകം പറയുന്നു, ഞാൻ പറയുന്ന പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കണിയിൽ നിന്നും ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമെന്ന് വെച്ചാൽ അവരെ സൗമ്യതയോടെ പഠിപ്പിക്കണം. അതായത് വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. പിശാചിനാൽ പിടിപെട്ട് അവർക്ക്
നന്മയെ തന്നെ തിരിച്ചറിയാം. ദൈവവചനം കേൾക്കുമ്പോൾ പറഞ്ഞ അവരുടെ ഹൃദയത്തിനകത്ത് പകയും വിദ്വേഷവുമാണ് ഉണ്ടാക്കുന്നത്. അവർ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിപ്പോയിരിക്കുന്നവരുണ്ട്. അവർ പ്രസംഗിക്കാൻ നിന്നാൽ നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റും. അവർ ദേഹിയിൽ നിന്നും പ്രസംഗിക്കും, ആത്മാവിൽ നിന്നും അവർക്ക് ഒരു ചലനം ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ദൈവദാസൻ പറയണം, നിങ്ങൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയണം. എങ്ങനെ? ഞങ്ങളുടെ ദൈവദാസൻ തിരുവചന നിത്യജീവന്റെ വചനം വെളിപ്പെട്ട് കിട്ടുന്ന ദൈവദാസനാണ്, നിത്യജീവന്റെ വചനം പഠിപ്പിക്കുന്ന ദൈവദാസനാണ്. ഹല്ലേലൂയ. നിങ്ങൾ പറയണം, ഞാൻ പറയണം, നിങ്ങൾ നിത്യജീവൻകലേക്ക് വന്നിരിക്കുന്നവരാണ്. ഒരു ദൈവദാസനെ ഇപ്പം നിങ്ങൾക്ക് എന്നെ വിധിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ ഇപ്പം ഇരിക്കുന്ന ഓരോരുത്തരുടെ ഇരിപ്പും ഭാവവും കണ്ടാൽ അറിയാം. നിങ്ങളുടെ വചനത്തിന് മുമ്പിൽ നിങ്ങളുടെ ഭാവം കണ്ടാൽ അറിയാം, വചനത്തോട് നിങ്ങളുടെ ആത്മാർത്ഥത കണ്ടാൽ അറിയാം. എന്താണ്? നിങ്ങൾ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവ. നിങ്ങളുടെ അകത്ത് ആത്മാവിന് ഒരു ചൈതന്യവും വരാതെ നിങ്ങളുടെ ദേഹീ മണ്ഡലത്തിൽ മാത്രമുള്ള ഒരു ഇളക്കപ്പെരുപ്പത്തിൻ്റെ ജീവൻ. അത് നല്ലതാ തെറ്റാണെന്നല്ല, പക്ഷെ അത് മാറി ആത്മാവിലേക്ക് വരണം. അപ്പൊ ആത്മാവിലേക്ക് ആ ജീവൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ ഉപദേശിക്കണം. ഉപദേശം കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിലോ പിശാചിനെ പിടിപെട്ടവരെ രക്ഷപ്പെടുവോ? കുടുങ്ങിപ്പോവും. കുടുങ്ങിയെന്ന് വലയ്ക്കകത്ത് ഈ ചിലന്തി വല കെട്ടിയിട്ട് കുടുക്കത്തില്ലേ, കുടുക്കി വെച്ചിരിക്കുക. ഇപ്പൊ ഇതിന് വ്യാല ഒരു കുഴപ്പമില്ലെന്ന, ഈ ജീവിയുടെ വ്യാല എനിക്കൊരു കുഴപ്പമില്ലെന്ന്, പക്ഷെ വലയ്ക്കകത്ത് കുടുങ്ങിപ്പോയി. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവരെ സുബോധത്തിലേക്ക്. ഞാൻ പറയുന്നത്, ഞായറാഴ്ച സഭായോഗം മുടക്കുന്ന വ്യക്തികൾ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരല്ലേ? സഭയ്ക്കകത്ത് ഈ 2024 ഒരു ആത്മാവിനെ ദൈവസഭയിലേക്ക് നേടാത്ത വ്യക്തി, ഒരു ശിക്ഷനെ വാർത്തുണ്ടാക്കാത്ത വ്യക്തി, നിങ്ങൾ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിപ്പോയവരാണ്. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി എന്ത് ത്യാഗമാണ് ചെയ്യുന്നത്, എന്ത് വേദന സഹിക്കുന്നുണ്ട്, ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചിന്തയുണ്ട്. പിശാചിനാൽ പിടിപെട്ട് ആൾക്കാരേക്കകത്താക്കി കഴിഞ്ഞാലോ അവൻ ചാടടാരാമാന്ന് പറഞ്ഞാൽ ചാടും. ആദ്യം പറയുന്നത്, പിന്നെ വേറെ ആരെയും, എല്ലാവരും നല്ലവരാണ്. ആദ്യം വചനം പഠിപ്പിക്കുന്ന ദൈവദാസനാണ്. ഇപ്പൊ പൗലോസിനെയാണ് അവർ കുറ്റം, തിമോത്തിയോസ് ശരിയല്ലെന്ന്. എന്താ കാരണം? വചനം സത്യസന്ധമായി പഠിപ്പിച്ചാൽ അവർക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.